ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ തിങ്കളാഴ്ച പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ദൈവം നമുക്ക് നല്ല ആരാധന തന്നു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനൊക്കെ ദൈവം നമ്മൾ സഹായിച്ചല്ലോ. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സൗഖ്യമായി ദൈവകൃപയാൽ ദൈവം കാത്തു സൂക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടവനും ആയിരുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ വചനത്തെക്കുറിച്ച് സംസാരിക്കുമാറാണമേ, ഇടപെടുവാനാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സഹായിക്കണം. യേശു നാം തന്നെ ആമേൻ. നമ്മൾ നിരന്തരമായി വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ മർക്കോസ് 1-2, എക്സൈസ് 1-2, റോമർ 1-2, യോബിൻ്റെ പുസ്തകം 1-2 നമ്മൾ ഇന്ന് ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളും നിരന്തരമായി വായിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ വർഷം അവസാനിക്കുമ്പോൾ, അതായത് 365 ദിവസം നമ്മളെ ലൈഫിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമുക്ക് ആ വചനം പഠിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഓരോ ദിവസവും വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സഹായിക്കട്ടെ. വചന ധ്യാനം കർത്താവിൻ്റെ വചനമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പിശാചിനെ കർത്താവ് തോൽപ്പിച്ചത് കർത്താവിൻ്റെ വചനം കൊണ്ടാണ്. കാരണം വചനം നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ നാം നേരിടുന്ന പരിശോധന വേലകളിൽ അല്ലെങ്കിൽ പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ നാം തോറ്റുപോകാനിടയായിത്തീരും. കാരണം അതുകൊണ്ട് നാം എപ്പോഴും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ നമ്മൾ നിർബന്ധരായി തീരണമെന്ന് പ്രത്യേകം ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മളെ കുഞ്ഞുങ്ങളെയും അത് പറഞ്ഞ് പഠിപ്പിക്കുക. അവരോട് പറയുക, അവർ ഏത് രാജ്യങ്ങളിൽ ഏത് സ്ഥാനത്തായിരുന്നാലും ഹല്ലേലൂയ, കോളേജിലെ തിരക്കേറിയ പട്ടണങ്ങളിൽ കർത്താവിൻ്റെ വചനം പഠിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം വായിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകാൻ നമ്മളെ കുഞ്ഞുങ്ങളെ ഓർപ്പിക്കുക. കാരണം ഇതൊരു വല്ലാത്ത കാലഘട്ടമാണല്ലോ. സ്തോത്രം. പിശാച് തകർത്ത് കളയുവാൻ നോക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വചനമില്ല എങ്കിൽ നമ്മൾ തകർന്നു പോകാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകേണ്ടിയാകും. അതുകൊണ്ട് ഹൃദയ പലകളിൽ എപ്പോഴും കർത്താവിൻ്റെ വചനം എഴുതുവാൻ. കാരണം മാക്സിമം ഇപ്പം നമ്മളൊക്കെ ഹല്ലേലൂയ പ്രായമാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ വചനം നമ്മളിത് മറന്നു പോകാറുണ്ട്. എന്നാൽ നമ്മൾ മറന്നു പോകാതെ കുഞ്ഞുങ്ങളോട് പറയണം. എന്നാൽ അവർ ബുദ്ധിയെല്ലാം ഷാർപ്പാക്കിയ സമയത്ത് കുഞ്ഞു പ്രായത്തിൽ തന്നെ വചനം എല്ലാം പഠിച്ച് നന്നായി ഹൃദയത്തെ സംഗ്രഹിക്കാൻ പറയണം. സ്തോത്രം. കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയുക, യൗവനക്കാരോടും പറയുക. സ്തോത്രം. നമ്മൾ ഇന്നത്തെ പഴക്കാലത്തെ ചിന്തയ്ക്ക് നമ്മൾ വായിച്ച വചനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഊസ് എന്ന ദേശത്ത് യോബ് എന്ന പേരിലൊരു മനുഷ്യനുണ്ടായിരുന്നു. നമുക്കറിയാം യോബിനെ കുറിച്ച്. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ദൈവം അവനെക്കുറിച്ച് സാക്ഷി പറഞ്ഞു. എൻ്റെ പിശാച്, ഹല്ലേലൂയ, നീ എവിടെ നിന്ന് വരുന്നവന് ആണെങ്കിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വന്നിട്ട് അവനെ സാക്ഷ്യം പറയുക. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ യോബിനെ നീ ദൃഷ്ടി വെച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും യഹോവഭക്തനും ദോഷം വിട്ടവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവം യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന. സ്തോത്രം. പ്രിയ മക്കളെ, ഇന്നത്തെ ചിന്ത ഒരു ഷോർട്ടാണ്. സ്തോത്രം. എങ്കിലും അല്പകാലം വളരെ ചിന്തിപ്പിച്ച ഒരു വചനമാണ്. സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് സാക്ഷി പറയുന്ന. സ്തോത്രം. അത് പിശാചിനോട്. പിശാച് ഭൂമി മൊത്തം. അപ്പോൾ നാം മനസ്സിലാക്കണം, ആ പിശാച് എന്നും ഊടാടി സഞ്ചരിക്കുക. ഓരോരുത്തരുടെ മേൽ കാരണം ഈ വചനം ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെയും എനിക്കുള്ള തലമുറയെയും പ്രിയപ്പെട്ടവനെയും സകലത്തിനെയും നോക്കി ഇങ്ങനെ ദൃഷ്ടി വെച്ച് നാം ആണെങ്കിൽ എന്താ പറയുക, ഒരു CCTV-യെക്കാളും നല്ല കൃത്യനിഷ്ഠയോടെ അവൻ്റെ ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഏതിൽ നമ്മളെ തകർക്കണം, ഏതിൽ നാം വീഴുമെന്ന് നോക്കി നടക്കുന്ന സാത്താൻ. സ്തോത്രം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, പിശാചിനോടടുത്ത് ഹല്ലേലൂയ, എന്നാൽ അവനെ വിട്ട് ഓടിപ്പോവും. കാരണം പിശാചിന് നാം ഇടം കൊടുക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്തോത്രം. അവന് ഒരു ചെറിയൊരു ക്യാപ്പ് ഇട്ടാൽ നോക്കിയിരിക്കുകയാണ് അകത്ത് പ്രവേശിക്കാൻ. സ്തോത്രം. അപ്പോൾ 8-ാം വാക്യത്തിൽ പറയുന്നത്, നീ പിശാചിനോട് സാത്താൻ ചോദിക്കുക, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ പറയുകയാണ്, ഞാൻ ഭൂമി മൊത്തം ഊഴാടി നടന്ന് വരിക. അപ്പോൾ എടുത്ത വായിലെ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ? അപ്പോൾ പറയുന്നത് അപ്പോൾ യോബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ ഹല്ലേലൂയ, അവൻ
നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം. കാരണം അവനെക്കുറിച്ച് അവൻ്റെ ക്വാളിറ്റികൾ മാത്രം നമുക്കിത് ചിന്തിക്കാമേ. അവനെപ്പോലെ നിഷ്കളങ്കൻ, സ്തോത്രം, നേരുള്ളവൻ, യഹോവ ഭക്തൻ, ദോഷം വിട്ടാകുന്നവൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു. ഹല്ലേലൂയ. മറ്റു ചില വാക്യങ്ങളിൽ കൂടി നമുക്ക് സങ്കീർത്തനങ്ങളിൽ ഞാൻ ഈ വചനം കൃത്യതയോട് പറയാനിടയായി തീർന്നു. ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നാം പരിശുദ്ധനായിരിക്കുക. കർത്താവ് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, പാവത്തെ വിട്ടാവുന്നവനായിരുന്നു, പാവികളെ സ്നേഹിച്ചവനായിരുന്നു. ഒക്കെ ഒത്തിരി ക്വാളിറ്റികൾ നമുക്ക് നമ്മുടെ യേശപ്പയെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ യേശപ്പ എപ്പോഴും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അപ്പനെ പോലെ തന്നെ മക്കളായിരിക്കണം എന്നാണ് എല്ലാ പിതാക്കന്മാരും ആഗ്രഹം, അല്ലേ? നമ്മളെ പിതാക്കന്മാരെ പോലെയാണ് നാം എന്ന് കേൾക്കുന്നതിൽ സന്തോഷം വേറെ ഒന്നുമില്ല. അഭിമാനം വേറൊന്നുമില്ല. എന്നൊന്നും 2 പേര് ആ കൊച്ചിനെ കണ്ട അച്ചായനെ പോലെ തന്നെയാണെന്ന് അല്ല അപ്പനെ പോലെ തന്നെയാണെന്ന് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ യേശപ്പായി നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. യേശപ്പ എപ്പോഴും ആഗ്രഹിക്കുന്നത് യേശപ്പയെ പോലെ തന്നെ നാം ആയിരിക്കണം. ഒരു പാട്ടുണ്ടല്ലോ, യേശു പോലെയാകുവാൻ, യേശുവിൻ വാക്കൊക്കെ കേൾക്കുവാൻ. ആ ഒരു പാട്ട് പാടുമ്പോഴൊക്കെ ഞാൻ ഓർക്കണ്ട, ആ അതിപ്രകാരം ആയിത്തീരണം എന്നാണ് യേശപ്പ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശപ്പയുടെ ആ ഒരു സ്വഭാവം യോബിനുണ്ടായിരുന്നു. നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും. നോക്കി, ദൈവഭക്തനായിരുന്നു അവൻ. കാരണം ദൈവത്തിൻ്റെ ആ ഭക്തി അവൻ വിട്ട് യാതൊരു രീതിയിലും പോയില്ല എന്ന് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ പലവണ്ണം നമുക്ക് അറിയാം, പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. യോബിനെ പോലെ ഭക്തൻ ഒറ്റ നിമിഷത്തിൽ തന്നെ തൻ്റെ മക്കൾ 10 പേരും നഷ്ടപ്പെട്ടു. മക്കൾ എല്ലാവരും 10 പേരും മരിച്ചു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ഭവനം നഷ്ടപ്പെട്ടു, സർവ്വതും നഷ്ടപ്പെട്ടു അവനെ. അവൻ്റെ അവസാനം അവൻ്റെ ശരീരത്തിന് മേൽ ഹല്ലേലൂയ, അവിടെ തൊക്കിന്മേൽ പുഴുക്കൾ വരെയും വന്ന് അവൻ ചുരുണ്ടയിരിക്കുന്ന അനുഭവത്തിലും കാണുന്നുണ്ട്. അവൻ്റെ വൈഫ് അവനോട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നീ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കാതെ പോയി മരിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴും യോബ് പറയുന്നൊരു വാക്കുണ്ട്, നീ പൊട്ടിയപ്പോൾ സംസാരിക്കുന്നത് എന്ത്? യഹോവയെങ്കിൽ നാം നന്മ മാത്രമല്ല തിന്മയും പ്രതീക്ഷിക്കണം എന്ന് പറയുന്നൊരു വചനം നമ്മൾ ഇനി വരുമ്പോൾ കാണാൻ, ലാസ്റ്റ് അവസാന വാക്കിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവൻ്റെ ജീവിതത്തിലുള്ള തിന്മകൾ, വേദനകളെല്ലാം അടിക്കടി വന്നപ്പോഴും ആ ഭക്തൻ തൻ്റെ യഹോവയിലുള്ള ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട് നമുക്ക് ആ വചനം കാണുവാൻ കഴിയുമോ? യോബിൻ്റെ പുസ്തകം മൊത്തം നാം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവൻ ഒരു വാക്കുകൊണ്ട് പോലും യേശുവിനെ പിതാവായ യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞില്ല. സ്തോത്രം. ഒരു വാക്കുകൊണ്ട് പോലും പിറുവിർത്തില്ല. ഹൃദയത്തോട് യേശുപ്പച്ചനെ വേദനിപ്പിക്കാതിരിക്കുന്നത് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് എത്ര പേർക്ക് എങ്ങനെ കഴിയുന്നുണ്ട്? സ്വത്രം. സത്യമാണ്. നമ്മുടെ ജീവിതമൊക്കെ ചെറിയൊരു വേദനകൾ വരുമ്പോൾ നമ്മൾ യേശുപ്പയോട് എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നില്ലേ? കർത്താവ്, നീ എന്നോട് എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്? സത്യം, എൻ്റെ ലൈഫിൽ ഞാൻ പറയാം. കാരണം ഞാൻ നിങ്ങളെ ആരെയും കുറ്റം ചാരുന്നില്ല. ഞാൻ എന്നിലോട്ട് തന്നെ പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ അടിക്കടി വേദനകൾ പ്രയാസങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ഞാൻ കർത്താപ്പച്ചനോട് ചോദിച്ച ചോദ്യം, അപ്പോൾ എന്നാ അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വഴി എന്ന് ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും കർത്താവ് എനിക്ക് അക്കമിട്ട് ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. ദൈവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ, പ്രതികൂലങ്ങൾ, വേദനകളൊന്നും തിന്മയ്ക്കില്ല. അതൊക്കെ നന്മയ്ക്കായി തീരുമാനമായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു തിന്മ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദിക്കും. പക്ഷേ ഭക്തനായ യോബിനെ നോക്ക്, അവിടെ അവൻ്റെ ഭക്തിയെ വിട്ട് കളഞ്ഞില്ല, അപ്പനുള്ള സ്നേഹത്തെ വിട്ട് കളഞ്ഞില്ല. അപ്പനോട് ഒരു ചോദ്യം പോലും ചോദിച്ചായിട്ട് ഞാൻ ഈ യോബ് വചനം പലവട്ടം പഠിച്ചപ്പോഴും ഞാൻ ഞാൻ കണ്ടിട്ടില്ല. യോബിൻ്റെ പ്രവൃത്തിയോടോ ചിന്തയോടോ നോട്ടം കൊണ്ട് പോലും യേശപ്പായെ വേദനിപ്പിച്ചാൽ ഞാൻ കാണുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് യേശപ്പ അവന് നന്മ എല്ലാം മടക്കി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരികെ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അപ്പോൾ യേശപ്പയാണ് യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. സ്തോത്രം. അപ്പോൾ പിന്നെ പിശാച് പറയുന്നുണ്ട്, അവൻ വെറുതെ അല്ല ഭക്തി മുറുകെ പിടിച്ചേക്കുന്നത്, നീ അവന് ചുറ്റും അവൻ വീട്ടിലും അവൻ സകലത്തിനും ചുറ്റും വേര് കേട്ടിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്ക് ദൈവം മറ്റൊരു നന്മ ചെയ്യുന്നുണ്ട്. സ്തോത്രം. 10-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതുപോലെ നാം ദൈവത്തെ അറിയുമ്പോൾ ദൈവം നമ്മെ മാത്രമല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ദൈവം നമുക്കുള്ളതിനെ എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും വേലി കെട്ടുന്നുണ്ട്. നമുക്കുള്ള മക്കളായിക്കോട്ടെ, നമുക്കുള്ള മൃഗസമ്പത്തായിക്കോട്ടെ, നന്മകളായിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, അതിനൊക്കെയും ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. സ്തോത്രം.
അപ്പോൾ പിശാച് നാം ദൈവത്തെ അറിയുമ്പോൾ, യേശുവിനെ നാം കർത്താപ്പച്ചനെ രക്ഷയിലേക്ക് നാം മടങ്ങി വരുമ്പോൾ, സ്വന്തമായിട്ട് തീരുമ്പോൾ, അപ്പോൾ നമുക്കിതെല്ലാം സംരക്ഷണം നൽകുകയാണ്. നാം അറിയാതെ തന്നെ ഹല്ലേലൂയ നമ്മളെ ഓരോ പ്രവൃത്തിയിലും, നമ്മളെ ഓരോ ചലനത്തിലും, നമ്മളെ നാം അറിയുന്നില്ല നമ്മൾ കുഞ്ഞുങ്ങൾ അയക്കുന്ന കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കുന്നു, ഏത് സ്ഥാനത്തായിരിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു നാം അറിയുന്നത്. പക്ഷേ ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന യേശപ്പ സ്തോത്രം അവർക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവമക്കളെ. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അപ്പ നമുക്കുള്ള നമ്മളെ സംരക്ഷിക്കും, നമ്മൾ സകലത്തെയും സംരക്ഷിക്കും. നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ദൈവം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ പിശാച് പറയുകയാണ്, ആ പ്രൊട്ടക്ഷൻ നീ എടുത്ത് ആ പ്രൊട്ടക്ഷൻ എടുത്ത് കളയുമ്പോൾ പിശാച് പറയുകയാണ്, യോബ് നിന്നെ തള്ളിപ്പറയും. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ നാം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ ഓരോന്നിനായിട്ട് പിശാച് പിശാചിൻ്റെ ദൈവം പറയുന്നുണ്ട്, ഹല്ലേലൂയ അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത്. സ്തോത്രം. പ്രാണന് മാത്രം സംരക്ഷണം കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിനും തൊടുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ചില സമയത്തിൽ ദൈവം നമ്മളെ ചില സാഹചര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവമക്കളെ എന്തിനാണെന്നറിയോ? ദൈവത്തിൻ്റെ ഭക്തിയെ നാം മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് കാണുവാനാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളത് പരിശോധിക്കണം. ഇത് എപ്പോഴും നമ്മളിപ്പോൾ പിശാചിനെ പോയിട്ട് ശാസിക്കുകയും പഠിക്കുകയും ചെയ്ത് എല്ലാം പോരാട്ടമാണെന്ന് പറയല്ലേ. ഇത് ഏതിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ കണ്ടറിഞ്ഞ് നാം ബുദ്ധിപൂർവ്വം നിൽക്കാൻ നാം തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞത് ദൈവം ഹല്ലേലൂയ കാണുവാൻ കഴിയും. ഒന്നാമത് ഞാൻ പറഞ്ഞു വന്നത് യോബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം. രണ്ടാമത് ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം ദൈവത്തെ അറിയുന്ന തൻ്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ. സ്തോത്രം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, നാം ദൈവത്തെ വെറുതെ അല്ല ആരാധിക്കുന്നത്. നമുക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. കുഞ്ഞെ, ദൈവം നമ്മളെ കാണുന്നുണ്ട്. ആകയാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം യോബിനെ കുറിച്ച് പറയുന്നത് പോലെ നീതിയോടെ നിഷ്കളങ്കതയോടെ നേരുള്ളവനായി യഹോവഭക്തനായി ദോഷം വിട്ടകന്ന് ജീവിക്കുക. സ്തോത്രം. ഒരിക്കലും ദോഷത്തിന് കൈനീട്ടാതിരിക്കുക. ദോഷം വിട്ടകന്ന് ജീവിപ്പാൻ ദൈവം നമ്മളെ ഈ വചനപ്രകാരം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമ്മളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.